ചെന്താമരയുടെ കസ്റ്റഡി അപേക്ഷ ഉടൻ പരിഗണിക്കുമെന്നുള്ളതാണ് ചെന്താമരയെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആലത്തൂർ കോടതിയിലാണ് ചെന്താമരയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടൊപ്പം കൃത്യമായ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിന് 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടൻ തെളിവെടുപ്പ്, പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യൽ എന്നൊക്കെയുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ചെന്താമരയെ ആലത്തൂർ കോടതിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആലത്തൂർ കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. ഈ പ്രതിയെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. ഇത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. ഈ കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഈ പറയുന്നത് പോലെ തെളിവെടുപ്പുമായി പോലീസ് മുന്നോട്ട് പോകും. പ്രസാദുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ ഈ ചെന്താമരയെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ചെന്താമരയെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയം തന്നെ കോടതി ഇത് പരിഗണിച്ചുകൊണ്ട് പോലീസിന്റെ കസ്റ്റഡി അനുവദിക്കുമെന്നുള്ളത് തന്നെയാണ്. 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. കോടതി എത്ര ദിവസം കൊടുക്കും എന്നുള്ളത് നമുക്കിനി വിധി വന്നാൽ മാത്രമേ അറിയൂ. എന്തായാലും 1 ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയും, തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. പ്രധാനപ്പെട്ട ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് വന്ന് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് ആയുധം ഉൾപ്പെടെ നേരത്തെ തന്നെ കണ്ടെത്തിയതിനാൽ അതിന്റെ പ്രൊസീജിയർ എല്ലാം തന്നെ പൂർത്തിയായതാണ്. ഇനിയുള്ള ഈ കൃത്യം നടന്ന സ്ഥലത്തെ തെളിവെടുപ്പ് നടത്തുക, അതോടൊപ്പം തന്നെ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുക തുടങ്ങിയവയാണ് പോലീസിന് ചെയ്യാനുള്ളത്.